വേദന സംഹാരി ഗുളികകളുടെ ഉപയോഗം കേരളത്തിൽ കുതിച്ചുയരുന്നു. സ്വയം ചികിത്സയുടെ ഭാഗമായി പാരസെറ്റമോൾ ഉപയോഗമാണ് കൂടുതൽ. അളവിൽ കൂടുതൽ പാരസെറ്റമോൾ കഴിക്കുന്നത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അത് ലോകാരോഗ്യ സംഘടന തന്നെ എസെൻഷ്യൽ ഡ്രഗ്സിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒരു മരുന്നാണ്. പക്ഷേ നാം മരുന്ന് കഴിക്കുന്നതിന് കൃത്യമായ അളവുകൾ ഉണ്ടാവണം. ഒരു 650 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് മുതിർന്നവരിൽ ഒരു 3 times 4 times ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അപാകതയില്ല. സാധാരണ പനി, തൊണ്ടവേദന, ശരീരവേദനയ്ക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളാണെങ്കിൽ 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് പെർ ഡോസ് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമുക്കൊരു 3-4 times ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ പനി മാറുന്നില്ല, മറ്റ് ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പാരസെറ്റമോളിന്റെ അമിത ഉപയോഗം, അതായത് പാരസെറ്റമോൾ ഒരു ധാരാളം കഴിക്കുന്ന രീതിയിലേക്ക്, അതായത് 4 ഗ്രാമിന് മേളിലേക്ക് 6 ഗ്രാമിന് മേളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ശരി 6 ഗ്രാം കഴിക്കണമെങ്കിൽ എത്ര ടാബ്ലറ്റ് ഉള്ളിൽ പോകണമെന്ന് ആലോചിക്കണം. അത്രയും ടാബ്ലറ്റ് ഉള്ളിൽ ചെല്ലുന്ന രീതിയിലേക്ക് ചെല്ലുവാണെങ്കിൽ തീർച്ചയായിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യത. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, സ്വയം ചികിത്സ വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. പലപ്പോഴും ഡോക്ടർമാരെ കാണാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു പ്രവണത പണ്ട് മുതൽക്കേയുണ്ട്. ഇപ്പോൾ ഇത്തരം വേദന സംഹാരി ഗുളികകളുടെ ഉപയോഗം കേരളത്തിൽ കുതിച്ചുയരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് ഒട്ടും ആശാവഹമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തലവേദനയ്ക്കോ വയറുവേദനയ്ക്കോ ഒക്കെ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ മാറും എന്നുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്ത് അമിതമായ അളവിൽ പാരസെറ്റമോൾ ശരീരത്തിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ദിനം പ്രതി ഇത്തരത്തിൽ വേദന സംഹാരി ഗുളികകളുടെ വർധനവ്, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ വാങ്ങുന്നതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ IMAയുടെ കണ്ടെത്തൽ. അല്ലെങ്കിൽ അത്തരത്തിലാണ് IMA പ്രതികരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിൽ വേദന സംഹാരി ഗുളികകൾ, പ്രത്യേകിച്ച് പാരസെറ്റമോൾ ആണ് കൂടുതലായും സംസ്ഥാനത്തുടനീളം വർദ്ധിച്ചു വരുന്നത്. അത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാർ കരുതുന്നത് ഈ ഒരു പാരസെറ്റമോൾ അധികമായി കഴിച്ചാലും മറ്റു യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് സാധാരണക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ 1.5 ഗ്രാം മുതൽ 2 ഗ്രാം വരെ നിലവിൽ ഒരു ദിവസം ഒരാൾ പാരസെറ്റമോൾ ഗുളിക കഴിക്കാൻ പാടുള്ളൂ. അത് തുടർച്ചയായി 3 മുതൽ 5 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മരണകാരണത്തിലേക്ക് വരെ എത്തിക്കും എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ 5 ഗ്രാമിൽ കൂടുതൽ ഒരു വ്യക്തി കഴിക്കുകയാണെങ്കിൽ, ദിനംപ്രതി കഴിക്കുകയാണെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് വേദന സംഹാരി ഗുളികകളുടെ എണ്ണം വാങ്ങുന്ന ഇനത്തിൽ സംസ്ഥാനത്ത് വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. ആർക്കെങ്കിലും, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ചുമയോ ജലദോഷമോ ദേഹത്തെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരികയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി ഓടിച്ചെന്ന് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങുന്നു. തൽക്കാലത്തേക്ക് അത് പിടിച്ചു നിൽക്കുന്നു, അതിൽ ശമനമുണ്ടാക്കുന്നു. തുടർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള നിരന്തരമായ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അധികമായി പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല മരണത്തിലേക്ക് കൂടി നയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 5 ഗ്രാമിൽ കൂടുതൽ ദിനം പ്രതി ഈ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ വല്ലാതെ വഷളാക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെ, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.